മൈക്കലാഞ്ചലോ സീസൺ ചാപ്പിളൊക്കെ ചെയ്തതിന് ശേഷം സ്റ്റുഡൻസിനോട് പറഞ്ഞു അതിന് ഉപയോഗിച്ചിരുന്ന ഡ്രോയിങ്സിൽ ഇങ്ങനത്തെ പ്രിലിമിനറി ഡ്രോയിങ്സ് സ്കെച്ചസ് അത് കത്തിച്ചെല്ലാം പറഞ്ഞു. അത് എന്തുകൊണ്ടാ വെച്ചാൽ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു പൊളി എപ്പിസോഡാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലാനർ പെയിൻറ്റിങ്ങിൻ്റെ മുൻപ് ചെയ്യുന്ന തംബ്നെയിൽ സ്കെച്ച്, അതുപോലെ തന്നെ കളർ കീ എന്നുള്ള ഓപ്ഷനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ കളർ കീ പൊതുവേ പ്ലാനർ ചെയ്യുമ്പോൾ ചെയ്യാറില്ല, തംബ്നെയിൽസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ പേപ്പർ കാണുന്നത് 120 GSM ഉള്ള പേപ്പറാണ്. ഞാൻ ഓയിൽ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ കാണുന്നത് ഓയിൽ പ്രൈമറാണ്. നമ്മൾ കാറിന് പാച്ച് വർക്ക് ഉപയോഗിക്കുന്ന ഓയിൽ പ്രൈമർ അല്ലെങ്കിൽ ഇരുമ്പ് ഫസ്റ്റ് കൊടുക്കുന്ന ഒരു ബ്രൗൺ കളർ പെയിൻ്റാണിത്. അത് കൊടുത്താൽ ഒരു സീലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓയിൽ കളർ അതിന് മുകളിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബേസിക്കലി ഓയിൽ കളറിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു തിളക്കാണ്. അപ്പോൾ അത് നിലനിർത്താൻ നമ്മളൊരു പ്രൈമർ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ സാധാരണ പേപ്പറിൽ നമ്മൾ ചെയ്താൽ നേരെ അത് അബ്സോർബ് ചെയ്യും. ഇപ്പോൾ വാട്ടർ കളറിന് നമ്മൾ ഹാൻഡ് മെയ്ഡ് പേപ്പർ ഉപയോഗിക്കുന്ന പോലെ തന്നെ ആ പേപ്പർ ഉപയോഗിച്ചാലും ആ കളേഴ്സ് മൊത്തം അബ്സോർബ് ചെയ്യുമ്പോൾ അതൊരു അക്രിലിക് പോലെയായിട്ട് മാറും പെയിൻറ്റിങ് ഉണങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിനാണ് നമ്മളൊരു സീലർ കൊടുക്കുന്നത്, ഒരു പെയിൻറ്റ് അബ്സോർബ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വുഡിനായാലും നമുക്ക് ഈ ഒരു ഓയിൽ പ്രൈമർ കൊടുത്താൽ മതി ഒരു കോട്ടിങ്. അപ്പോൾ ഈ ബ്രൗൺ കളർ നമുക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നണമെങ്കിൽ അക്രിലിക് വൈറ്റ് കളർ അതിന് ശേഷം അതിന് മുകളിലൊരു കോട്ടിങ് കൊടുത്താൽ മതി. അപ്പോൾ ഈ വുഡായാലും പേപ്പറായാലും സീലായി, പിന്നെ പെയിൻറ്റ് അബ്സോർബ് ചെയ്യില്ല. പെയിൻറ്റ് അതിന് മുകളിൽ ഇരുന്നത് സാവധാനം ഉണങ്ങുകയേ ചെയ്യുള്ളൂ. അങ്ങനെ ഉണങ്ങുമ്പോഴാണ് ഓയിൽ കളറിന് അതിൻ്റേതായ ബ്യൂട്ടി വരുന്നത്. അത് തന്നെയാണ് ബാക്കിയുള്ള മീഡിയത്തിനെ വെച്ച് നോക്കുമ്പോൾ ഓയിൽ കളറിൻ്റെ ഒരു പ്രത്യേകത. ഞാനിന്ന് രാവിലെ സ്കൗട്ട് ചെയ്യുമ്പോൾ കണ്ടൊരു ലൊക്കേഷനാണ്. അപ്പോൾ അതിൽ അടിയിൽ കാണുന്ന സ്കെച്ചിൻ്റെ കളർ കീയാണ് ഇപ്പോൾ മുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് തംബ്നെയിൽ സ്കെച്ചിൻ്റെ ഇമ്പോർട്ടൻസ്? ഇപ്പോൾ ഞാൻ ഇന്ന് ഈ ലൊക്കേഷൻ കണ്ടു. ആ സ്പോട്ടിൽ അപ്പോൾ ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മഴ തുടങ്ങിയിരുന്നു. ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം എനിക്കിത് സ്കെച്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് സ്കെച്ച് ചെയ്തു, കോമ്പോസിഷൻ സ്റ്റഡീസ് ചെയ്തു. എന്താ വെച്ചാൽ വലിയ ക്യാൻവാസ് ഞാൻ ഇപ്പോൾ ഈയിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 27x35 ഇഞ്ചസിൻ്റെ. അപ്പോൾ അതിൽ പെയിൻറ്റ് വേസ്റ്റേജും അതുപോലെ തന്നെ ഒരു ടൈമും എഫേർട്ടും വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അത് കാരണം എനിക്കിപ്പോൾ ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാനത് സ്കെച്ച് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ, എനിക്കിതിൻ്റെ അടുത്ത സ്റ്റേജായി കളർ കീ ചെയ്ത് നോക്കാം. ഒരു ഗ്രേയിഷ് കളറും കാര്യങ്ങളല്ലേ വരുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ സബ്ജക്റ്റുകൾ ഞാൻ നോക്കുമ്പോൾ രണ്ട് വലിയ മാസമായിട്ടുള്ള ക്ലൗഡാണ് കാണുന്നത്. അതെനിക്ക് ഭയങ്കര അട്രാക്റ്റ് ചെയ്ത് ഒരു ലൊക്കേഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കൺസെപ്റ്റ്. ഇനി അടുത്ത റഷ് ചെല്ലുമ്പോൾ അങ്ങനത്തെ ഒരു മേഘം ഉണ്ടാവണം നിർബന്ധമല്ല. പക്ഷേ ഞാനത് ചെയ്ത് നോക്കിയിരുന്നു. ആ ഒരു ഗ്രേയിഷ് കളർ ക്ലൗഡ്, അതിൽ കൂടി സൈഡിൽ കൂടി വരുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള ആകാശത്തിൻ്റെ കളേഴ്സ്, പിന്നെ ഡിസ്റ്റൻസിലൊരു പള്ളി കാണാം. അതിൻ്റെ സറൗണ്ടിങ്സ് ആയിട്ട് ഹൊറൈസൺ ലെവൽ നല്ല ഡാർക്ക് ഫോയിലേജ് അല്ലെങ്കിൽ മരങ്ങളും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. ഫോർഗ്രൗണ്ടിലുള്ളത് പാടാണ്, അതിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് റിഫ്ലക്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ്. ഇത് ഞാൻ എത്രത്തോളം ലിമിറ്റഡായി ചെയ്യാൻ പറ്റും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തംബ്നെയിൽസിൻ്റെയും അതുപോലെ തന്നെ കളർ കീയുടെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, നമ്മൾ വലുത് ചെയ്തിട്ട് അതൊരു ഡിസാസ്റ്ററാണ് നല്ലതാണ് നമ്മൾ ചെറുത് ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ചെറിയൊരു സ്കെയിലിൽ ഇത് റീഡബിലിറ്റി ഉണ്ടോ എന്നാലും അത് വർക്കാവും. ചെറിയ സ്കെയിൽ അത് റീഡബിലിറ്റി ഇല്ലേ, പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതിന് മെയിൻ മോട്ടീഫ് അല്ലെങ്കിൽ എന്താണ് ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വാല്യൂ സ്ട്രക്ചർ നോക്കുകയാണ്. അതായത് വാല്യൂ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആകാശത്തിന് വെച്ച് നോക്കുമ്പോൾ ഈ ലാൻഡ് എത്രത്തോളം ഡാർക്കാണ്, അതുപോലെ തന്നെ ഡിസ്റ്റൻസുള്ള മരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ കാണുന്ന പള്ളിയുടെ സ്ട്രക്ചർ എത്രത്തോളം ബ്രൈറ്റ് ആണ്. ഇങ്ങനൊരു കമ്പാരിസനാണ് ചെയ്യുന്നത്. ഇതിലാകെ ഒരു 4-5 വാല്യൂ സ്ട്രക്ചർ ഉണ്ടാവുള്ളൂ, ഡാർക്കും ബ്രൈറ്റും കാര്യങ്ങളായിട്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് റീഡബിലിറ്റി വരെ വെച്ചാൽ വെൽ ആൻഡ് ഗുഡ്. പിന്നെ നമുക്ക് ഇതിന് മുകളിൽ എത്ര വേണമെങ്കിൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഐസിങ് ഓൺ ദ കേക്ക്. നിങ്ങൾ കേക്കിൻ്റെ ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ എന്ത് ചോക്ലേറ്റ് അതിൽ എന്ത് വെച്ചിട്ടും കാര്യമില്ല. അതേ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഗ്രേ കൊടുത്തു. ഞാൻ ഗ്രേ സ്കൈ കൊടുക്കുമ്പോൾ ഭയങ്കര സ്കെപ്റ്റിക്കലാണ്. അതായത് ഇതിങ്ങനെ വരും ഇങ്ങനെ വരും, ഇത് ആർട്ടിസ്റ്റിക് ട്രോമ അല്ലെങ്കിൽ ഒരു സംഭവമാണ്. എന്താ വെച്ചാൽ നമുക്കത് തോന്നും ഇതിങ്ങനെ വർക്കാവില്ല. പക്ഷേ നമുക്ക് എന്താണ് അവിടെ വിഷ്വലി തോന്നുന്നത്, ഫീൽ ചെയ്യുന്നത്, അത് കൊടുക്കുക. ബാക്കിയുള്ള ഈ ഗസ് വർക്ക് ഒഴിവാക്കുക. അങ്ങനെ ഒരു ഡൗട്ടിന് ഇടം കൊടുക്കരുത്. നമുക്ക് ആ കാണുമ്പോൾ തോന്നണം ഓക്കെ ഇത് വർക്കാന്ന് തോന്നിച്ചാൽ അത് കൊടുക്കാം. അതാണ് മെയിൻ ഈ തംബ്നെയിൽ സ്കെച്ചിങ്ങും അതുപോലെ തന്നെ കളർ കീയുടെ ഒരു അഡ്വാൻറ്റേജ്. എന്താ വെച്ചാൽ ഇത് ചെറിയ സ്കെച്ച് ചെയ്യണം, നമുക്ക് അത്ര പെയിൻറ്റ് വേസ്റ്റേജും ഇല്ല, അത്ര എഫേർട്ടും വരുന്നില്ല. അപ്പോൾ നമുക്കിത് എക്സ്ട്രാ ഒരു ഗ്രിപ്പ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് തരുന്നു ഇങ്ങനത്തെ ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ പള്ളിയുടെ ഭാഗം ഞാൻ ഹൈലൈറ്റ്സ് കൊടുത്തു. സ്കൈയിൽ ആ പീക്ക് ത്രൂ ചെയ്യുന്നിടത്ത് ഞാനൊരു വാം കളർ
ബ്രൈറ്റ് ഒരു ഓറഞ്ച് വൈറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് ഞാൻ പറഞ്ഞില്ല മഴയെ പ്രതീക്ഷിക്കുന്ന ഒരു ടൈമാണ്. ആ ടൈമിൽ ആകാശം ലൈറ്റ് സോഴ്സായിട്ട് നമ്മൾ ആകാശത്തിൽ സൂര്യനില്ല പറയുന്നത്, അപ്പോൾ സൂര്യനെ കാണുന്നില്ല, ആബ്സെൻസ് ആണ്. ആ ടൈമിൽ ഒരു ബ്ലൂഷ് ടോൺ ആയിരിക്കും ഉണ്ടാവും മൊത്തം ലൈറ്റ് സോഴ്സിന്. അപ്പോൾ ബ്ലൂഷ് ടോൺ വരുമ്പോൾ അതിൻ്റെ ഷാഡോ ഒരു വാം കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ചെറിയൊരു ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ സ്കെച്ചിൽ കടന്നു. ഇപ്പോൾ രണ്ടാമത്തത് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്കെച്ചിൻ്റെ മുകളിലത്തെ സ്കെച്ചിൻ്റെയാണ് രണ്ടാമത്തത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡെപ്ത് കാണിച്ചു. ഇപ്പോൾ എനിക്ക് ഒരു വാമപ്പ് കഴിഞ്ഞൊരു ഫീലാണ്. എന്താ വെച്ചാൽ കളേഴ്സ് വെച്ചിട്ട് ഫസ്റ്റ് ചെയ്ത കാരണം ഇപ്പോൾ കളേഴ്സ് അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ സ്കൈയിൽ കാണുന്ന ബ്രൈറ്റ്നെസ് കൊടുത്തു. ഇനി അതിൻ്റെ ശേഷം അതിൻ്റെ ഗ്രേഷ്യസ് ക്ലൗഡ്സ് കൊടുത്താൽ റീഡബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ ആകാശം അങ്ങനെ ഫില്ല് ചെയ്തു. വലിയ പാച്ചൺ. പിന്നെ വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ വലിയ ബ്രഷ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഡീറ്റെയിൽസൊക്കെ അല്ലെങ്കിൽ കുറച്ചും കൂടി സെക്കൻഡറി ഡീറ്റെയിൽസിനാണ് ഞാൻ ചെറിയ ബ്രഷ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ഉപയോഗിക്കുന്ന ബ്രഷ് എന്ന് വെച്ചാൽ 12 ഉള്ള ഹോഗെയർ ബ്രഷ് 12 ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറുതാവും തോറും ചെറിയ ബ്രഷ് എടുത്ത് ചെയ്യിച്ചാൽ അതിൽ വലിയ അർത്ഥമല്ല. അതായത് നമ്മൾ വലിയൊരു ക്യാൻവാസിൽ ഒരു 7 ബ്രഷ് എടുത്ത് ചെയ്യണ പോലെ ആയിരിക്കും നമ്മളൊരു ചെറിയൊരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ തമ്മിൽ സ്കെച്ച് ചെയ്യുമ്പോൾ അതിൽ പോയിട്ട് ചെറിയ ബ്രഷ് 2, 1 ഒക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഒരർത്ഥമല്ല. എന്ന് വെച്ചാൽ നമ്മളതേ എഫേർട്ട് വലുതിൽ ചെയ്യുന്ന എഫേർട്ടാണ് ചെറുതേക്ക് വരുന്നത്. അപ്പോൾ ഈ തംബ്നെയിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ആർട്ടിസ്റ്റുകൾ എപ്പോഴും സജസ്റ്റ് ചെയ്യണത് ഇതിപ്പോൾ സൈസ് പറയുമ്പോൾ ഇതിന് ഡയമെൻഷൻ 2/3 ഉണ്ടാവുള്ളൂ ഇഞ്ചസ്. അതിൽ നിങ്ങളിലുള്ള ഏറ്റവും വലിയ ബ്രഷസ് ഉപയോഗിക്കുക ഇനീഷ്യൽ പാച്ചിന്. അതായത് നമ്മൾ ബോൾഡായിട്ട് അപ്രോച്ച് ചെയ്യുക കളേഴ്സ്. എന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഹോം വർക്കാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ആരെ പോയി കാണിക്കുന്നത് യാതൊരു നിർബന്ധമല്ല. അത് എൻ്റെ സ്റ്റഡീസിന് എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് മൈക്കലാഞ്ചലോയുടെ ഒരു സ്റ്റോറി ഉണ്ട്. മൈക്കലാഞ്ചലോ സീസൺ ചാപ്പിലൊക്കെ ചെയ്തതിന് ശേഷം അങ്ങേരുടെ സ്റ്റുഡൻസിനോട് പറഞ്ഞു അതിന് ഉപയോഗിച്ചിരുന്ന ഡ്രോയിങ്സിൽ ഇങ്ങനത്തെ പ്രിലിമിനറി ഡ്രോയിങ്സ് സ്കെച്ചസ് അത് കത്തിച്ചെല്ലാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് വെച്ചാൽ ആൾക്കാർ അറിയണ്ട ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു ഈ ഒരു പെയിൻറ്റിങ് ക്രിയേറ്റ് ചെയ്യാൻ. അതായത് ആർട്ടിസ്റ്റുകൾ ഓൾവേസ് ആലോചിച്ചിരുന്നത് ഇത് കണ്ടിട്ട് വൗ ഫാക്ടർ മാത്രം മതി ആൾക്കാർക്ക്, ഇത് ഉണ്ടാക്കാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ അറിയരുത്. അത് തന്നെയാണ് പറയുന്നത്. അതായത് പെയിൻറ്റിങ് ഞാൻ പല ആൾക്കാരെ മീറ്റ് ചെയ്യാറുണ്ട്, പല എന്തൂസിയാസ്റ്റിനെ മീറ്റ് ചെയ്യാറുണ്ട്. പാഷനേറ്റാണ് കാര്യങ്ങളാണ്, ചിലർക്ക് ചെയ്യാൻ ടൈമില്ല, പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ അതിനേതൊരു ടൈം കൊടുക്കണം പഠിക്കാൻ. ലേണിംഗ് എന്നുള്ളത് നമുക്ക് ഇന്നെവിറ്റബിളാണ്. അപ്പോൾ അതാണ് നമ്മുടെ തംബ്നെയിൽസും അതുപോലെ തന്നെ കളർ കീയെ കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സർക്കിളിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ആർട്ടിസ്റ്റ് ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ഹാപ്പി പെയിൻറ്റിങ്.